നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെപ്പറേഷനിലാണ്, സ്റ്റക്നെസ്സിലാണ്, എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നറിയില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഡിവൈൻ ഗൈഡൻസ് ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊരു ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Okay, we got 2 cards. Love yourself first. Let your friends help you. Okay, 2 cards നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ്, ഇതിനൊക്കെ നിങ്ങളൊരു പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ സെൽഫ് ഗ്രൂമിങ്, ഇതൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ഇപ്പോൾ ചെയ്യുക. അതായത് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെ മറ്റ് വ്യക്തികൾക്കും സ്നേഹിക്കാനായിട്ട് കഴിയുക. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്, അതായിരിക്കും മറ്റ് വ്യക്തികളും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. കാരണം അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അതുവഴി റിയാലിറ്റിയിലും കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് നിന്ന് എന്താണ് വേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത്, അത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കൊടുക്കുക, ആ വാല്യൂ കൊടുക്കുക. നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുക. ഇതൊക്കെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിച്ച് ഇതിനൊരു ആൻസർ ലഭിക്കുന്നില്ല. അതാണോ, ഇങ്ങനെയാണോ, ഇത് എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താണ് എങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് എടുക്കാവുന്നതുമാണ്. ആൻഡ് ഓൾസോ സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇത് നിങ്ങൾക്കൊരു റിലാക്സേഷൻ എന്ന് മാത്രമല്ല, നിങ്ങളുടെ എനർജിയിലൊരു ഡിഫറൻസ് കൊണ്ടുവരും. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു സ്പേസിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു എനർജി ട്രാൻസാക്ഷൻസ് നടത്തുന്നത് വഴി നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയിലൊരു ഡിഫറൻസ് ഉണ്ടാവുകയും ഇതൊക്കെ നിങ്ങളുടെ സേക്രൽ ചക്ര ആക്ടിവേറ്റ് ആക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ സേക്രൽ ചക്രയെ ആക്ടിവേറ്റ് ചെയ്യും. ആ സേക്രൽ ചക്രയിൽ നീഡിനെസ് എന്ന് പറയുന്ന എനർജി മാറി അത് റിസീവിങ് എനർജിയിലേക്ക് നിൽക്കുകയും അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആവുകയും ചെയ്യും എന്നുള്ളതാണ്.